ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 6 പറയുന്നു. അതുപോലെ നമ്മുടെ കൂടെ ബലവാനായ കർത്താവ് എന്നും എന്നുമുണ്ട് എന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പാടുന്നു. ആ പാട്ടിൽ എന്നും നമ്മുടെ ശക്തിയായ യേശുവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തലമുറകളിലേക്ക് നീങ്ങുന്ന വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഇന്ന് പാകി നമ്മളെ 2 ദിവസം പഠിപ്പിച്ച ബ്രദർ തോമസ് പോളിനും പ്രത്യേക നന്ദി പറയുന്നു. അതുപോലെ മാത്യു അച്ഛൻ ഇന്ന് മാത്യു അച്ഛൻ നമുക്ക് വേണ്ടി കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും നമ്മളെ കൂടുതൽ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് അടുപ്പിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ സ്ലാവില കമ്മ്യൂണിറ്റിയുടെ പേരിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ബ്രദർ തോമസ് പോളിനും അച്ഛനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അങ്ങനെ നന്ദി പറഞ്ഞാൽ പോരാ. നന്ദി ശരിക്ക് പറയണമെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഇടയിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ വന്ന് 2 വാക്ക് പറയണം. എന്താണ് കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകിയത്? പ്ലീസ് കം. വാട്ട് ഡു യു ടേക്ക് ഹോം? 2 ദിവസം ഈ ധ്യാനം കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്? What have you gained? Please come. Meanwhile, ഇന്നലത്തെ ധ്യാനം മുഴുവനും ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ടോക്കുകളും ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യും. സോ ടുമാറോ യു ക്യാൻ കണ്ടിന്യൂ ടു ലിസൺ ദിസ്. യൂട്യൂബിൽ യു ഹാവ് ടു സിംപ്ലി റൈറ്റ് സ്ലാവ് UK retreat by Thomas Paul. Then all the talks in one by one will come. These in short talks, 16-15 minutes one each. Please come. നിങ്ങൾ വന്ന് ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തം പങ്കുവെച്ച് കർത്താവിന് നന്ദി പറയണം. ഒന്നും കിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇമ്പ്രൂവ്മെന്റ് തോന്നിക്കുന്നപ്പോൾ തന്നെ അത് ഒരു കാര്യം. പിന്നെ ഇപ്പം ടോക്ക് ചെയ്യുന്ന എനിക്ക് മനസ്സിലായത് നമ്മുടെ പൊസിഷൻ കുറേ കൂടി ഒരു പ്രൈഡ് ഉണ്ടാക്കുന്നുണ്ട്, അതൊപ്പം തന്നെ എളിമ ഉണ്ടാക്കുന്നുണ്ട്. പ്രൈഡ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വി ആർ വെരി ക്ലോസ് ടു ഗോഡ് ആൻഡ് വി ആർ ഗോട്ട് ലോട്ട് ഓഫ് likeness to God. We can think like God and we have insight into what God is doing. We can get it through prayer. So അത് വളരെ പ്രൈഡ് ഉണ്ടാക്കുന്ന കാര്യം. പക്ഷെ അത്ര അതേപോലെ തന്നെ നമുക്ക് എളിമ ഉണ്ടാക്കുന്ന കാര്യം. Everybody is same. There is no difference. We are all from the soil. We will all go back. All these fibers are all same. There is absolutely no difference. So that brings in a lot of humility as well. So these 2 things, and then of course the power of prayer, how it filters through, we don't know. Many things we cannot explain by logic, but it just happens. Like Brother Varnavada, engane Mahadavane Immaculate Conception, you cannot, that is a gift. That is something that you have to pray and get. And then again the need for individual prayer, and how to ooze that sort of vajanam, and then how that goes to the rest of the family. Without you knowing it, you breathe, you live, you talk all the time, that will automatically go through. That is what is the other thing.
Thank you so much. This is the best retreat ever. Next, please. Baba, wow. ഷിബിയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്യാൻ പോവാ. ഒരു ആത്മാവ പരിശുദ്ധാത്മാവെന്നുള്ള പാട്ടിന്റെ 2 വരിയൊന്ന് പാടണം. അതെ, there is a reason for it. അത് പറയാം. കാരണം എൻ്റെ ഡാഡി മരിച്ചത് ആ പാട്ട് പാടിക്കൊണ്ടാണ്. He was while ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കെ സ്റ്റേജിൽ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കെ he died, her father. So that's I said. Yes. Please. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ, നിറയണമേ നിറയണമേ എന്നിൽ, നിറയണമേ ജീവജലത്തിൻ അരൂപിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരൂപിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ഞാൻ ആക്ച്വലി പറയുന്നത് ബ്രദർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു കനയിലെ കല്യാണത്തിൽ എന്തുകൊണ്ടാണ് വെള്ളം വീഞ്ഞാക്കിയതെന്ന്. അത് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അതൊരു സിംബോളിക്കായിട്ട് മനുഷ്യനെ ഏത് രീതിയിലാണെങ്കിലും അവനെ റീക്രിയേറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും എന്നൊരു സിംബോളിക്കാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് 4.5 വർഷമായി യാതൊരു ആൽക്കഹോളൊന്നും ഉപയോഗിക്കില്ല. അപ്പം 4 വർഷമായി. അതൊരു സാക്ഷ്യമായി ഞാൻ പറയട്ടെ. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് അവരോട് ഞാൻ പറയുമ്പോൾ അവരെന്തോട് പറയുമായിരുന്നു, കർത്താവാണ് ഏറ്റവും വലിയ കുടിയൻ, കാരണം കർത്താവ് കനയിലെ കല്യാണത്തിൽ എന്തുകൊണ്ടാണ് വെള്ളം വീഞ്ഞാക്കിയത് എന്ന് പറയുന്നത്. അപ്പം അതിന് ആൻസർ പറയാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ ഇന്ന് എനിക്ക് അതിന് ആൻസർ കിട്ടിയോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ആരൊക്കെ വരാനുണ്ട്. ഹൃദയത്തിൽ കിട്ടിയ ചില വിത്തുകൾ മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുക. I don't know how to thank Brother Paul and how to thank God for this great opportunity, which is so different from the usual retreats that I have been to. This is different in a way. All other retreats, they try to bring your relation to your husband or your children closer. But this is trying to bring your relation to God Himself, the Creator, who can give you, and through your relation to the Creator, He can bring you close to your husband, to your children, to the community, and to all around you. And this is one great thing I have experienced here. And I want to thank God for giving me this special opportunity. And yesterday, especially when He said, the wisdom of the creation is not what you have to go behind, but the wisdom of the Creator. He specially emphasized, and every day now during the week in my life, sometimes I have the time and sometimes I think, am I using it for the right thing? Am I spending my time in the right way? Should I look for a proper job? But now, after this retreat, I have found the answer.
I know I have to look for the wisdom of the Creator. Thank you. Thank you. ഒരാളും കൂടി വരാനുള്ള സമയമുണ്ട്. One more person, please. For me, I just mentioned a few things yesterday about the great things and especially the peculiarity of this retreat. Today, I would really like to emphasize the two really touching points which I learned from your speech today, brother, was basically about faith. The faith, if it's within us, you have to believe that even though there are a lot of things that doesn't happen, even in our family, in our children, you still have that faith that you have to wait and things will happen for the better. So that was a very strong message. And yesterday as well, when you spoke about preparing for death, I think I was a bit scared about when you think of death. But really, that was a very good message for me. And I feel, now this is an opportunity for us when we are in this world to do good things. You got such a lot of things to do and time at your disposal that you don't need to be scared, but you would be preparing for a happy death. I think that was really touching. I was just contemplating yesterday as well, and this is a very good message for us to take on. And the very important message I got today is about God's wisdom. In my job every day, I make a lot of decisions, and these decisions are always affecting very vulnerable people in life. And I come across very difficult situations, and I always think it's not my knowledge base that helps me. It's always that prayer, because I always like to start my work with a prayer. And also, when I have difficult things, I just stop for a moment and I pray to God. And that I've seen in my life as well. So I really think, that's a very good message for us. So thank you very much, Brother Thomas Paul. It was a great 2 days that I've spent, and a different, like Leela mentioned, and I mentioned yesterday, a different perspective of how you need to do your retreat. So on behalf of everyone, I once again thank you. I too thank all of you that this was a good opportunity for me to share the love and wisdom of God. And now, as I was telling the few points which would help you in the future, first is early morning to get up. I normally get up at 4 o'clock. Do you want to join with me in prayer? Then we can have a covenant now, so that Holy Spirit will wake you up at 4 o'clock. Anybody like to have it? A covenant between us through Holy Spirit, so that morning 4 o'clock, Holy Spirit will wake you up. Do you want to try that? How many of you? 4? No, 4. Nobody. You get up at 4 already. Okay. So, what I mean to say, you have to really work on it. You have to begin one day. And I tell you, it will be a great success. The whole family and everybody will get a great success. So, if not 4 o'clock, at least 5 o'clock or 6 o'clock. 5 o'clock. The whole thing depends upon, if you want to get up early, you need to sleep early. You have to close the system, the TV, kitchen, everything early. So at least at 10 o'clock or 10:30 you must sleep. So to sleep, to get up morning, you must sleep early. You try this 10 days as a trial, and you see the whole family atmosphere changes. Everything will be in a different way. Your own personal prayer is the key. Next, you can also listen these talks again a little bit more through YouTube, or
the retreats. Every retreat these days I am preaching. See this little small camera, but this is a wonderful camera with a beautiful result. You can see that straight away. I myself is recording, I am converting, I am uploading it in the night, tomorrow morning or tomorrow by no time this you will have it. The third thing which I said about this project for the children, this was a great burden God has given me, that we not only have food for our body, but we need food for our soul. We must feed our children with spiritual nourishment. And that is why this project of Jesus Wonder we began. It is now more than 25 films we have made. It is all in YouTube, JesusWonder.org. This is like already a channel. You can continuously play the videos there that helps the children all over the world. And you welcome to support this project. It's a very expensive project. Unfortunately, we don't recognize its value, its worthiness. But I am really struggling to do this project. But God will surely make a way. So this is a chance for you to help this project. If possible, you can help. And pray for this TV for children, a dedicated